കോട്ടയത്തിൻ്റെ സംഘടനാ ചുമതല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഷോൺ ജോർജിന് നൽകിയിരിക്കുകയാണ്. അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് നടക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ BJP ഇപ്പോൾ ഇതാ എല്ലാ ജില്ലകളിലും സംസ്ഥാന വ്യാപകമായി ഓരോ ജില്ലാടിസ്ഥാനത്തിൽ നേതാക്കൾ അവരവരുടേതായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൽ പ്രധാനമായും പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോട്ടയത്ത് PC ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ്, ഇങ്ങനെ നീളുകയാണ്. PV രാജേഷിന് കൊല്ലത്തിൻ്റെ ചാർജാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് ചാർജ് നൽകിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിനകത്ത് എടുത്തു പറയേണ്ടത് കോട്ടയം ജില്ലയിൽ എന്ത് മാറ്റം ആണ് ഷോൺ ജോർജ് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ജനപക്ഷം സെക്യുലർ നേതാവായാണ് ഷോൺ ജോർജ് കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചതും അതിൽ അദ്ദേഹം വലിയ മാർജിനിലാണ് അദ്ദേഹത്തിൻ്റെ ഡിവിഷനിൽ നിന്നും വിജയിച്ചത്. എന്നാൽ ആ വോട്ട് ഷെയർ ഒരിക്കലും BJPയിലേക്ക് ചെല്ലുന്ന ഷോൺ ജോർജിന് കിട്ടും എന്നത് വ്യാമോഹിക്കുക ശരിയായ കാര്യമല്ല. കാരണം ഷോൺ ജോർജിന് കൃത്യമായി അറിയാം, പൂഞ്ഞാറിൽ മത്സരിച്ചാലും ഇനി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിച്ചാലും BJP സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിക്കുകയാണെങ്കിൽ വിജയിക്കുക എളുപ്പമാവില്ല. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. സ്വന്തം ഭാര്യയെ മതം മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ എടുത്ത് അലക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ന്യായീകരണവുമായി വരികയാണ്. എന്നാൽ വലിയ രീതിയിൽ ലവ് ജിഹാദി വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ കടന്നാക്രമിച്ചുകൊണ്ട്, അതിന് കാരണം ഈരാറ്റുപേട്ടക്കാരാണ്, അവർ വോട്ട് കൊടുത്തില്ല എന്ന് കൃത്യമായി മനസ്സിലായതോടെയാണ് PC ജോർജിന് കലികളവിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ തകർത്ത് പൊട്ടിച്ച് കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ എല്ലാം വിരോധം തലയ്ക്ക് പിടിച്ചപ്പോൾ നടക്കുകയാണ്. നല്ല രീതിയിൽ പൂർവികർ സമാഹരിച്ച ഒരു വലിയ രീതിയിലുള്ള ആദായം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതുകൊണ്ട് തന്നെ 5 തലമുറയ്ക്ക് സുഖിച്ച് ജീവിക്കാനുള്ള എല്ലാ സമ്പാദ്യവും ഉണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് വലിയ സ്ഥാനമൊന്നുമില്ലല്ലോ. ചക്കരപ്പെണ്ണെ എന്നൊന്നും ഇപ്പോൾ വിളിക്കാൻ പറ്റുന്നില്ല. മാധ്യമങ്ങളൊന്നും അടുത്ത് വരുന്നില്ല. ഇടയ്ക്കൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം പേരിങ്ങനെ പൊന്തിച്ച് കേൾക്കുന്നതല്ലാതെ ഒരു വലിയ ഹൈപ്പൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന വലിയ പ്രയാസമുണ്ട്. മറ്റേത് ചീഫ് വിപ്പായിട്ടിരിക്കുമ്പോൾ എന്ത് പോഷ്കത്തരവും വിളിച്ച് പറയാമായിരുന്നു. മുൻപ് KR ഗൗരിയമ്മ തന്നെ ചീഫ് വിപ്പായ ജോർജിനെ കുറിച്ച് പറഞ്ഞത്, പണ്ടൊരു സ്ത്രീ നിയമസഭയിൽ ഒരു കുഞ്ഞുമായി വന്നപ്പോൾ താനാണ് ആ കേസിൽ 2000 രൂപ കൊടുത്ത് ഒതുക്കി തീർത്തത്. ആ മഹാനെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് എന്നൊക്കെയാണ്. ഏതായാലും PC ജോർജ് വീണ്ടും വീണ്ടും ഉണ്ടയില്ലാ വെടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഷോൺ ജോർജിൻ്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാവുകയാണ്.